നമസ്കാരം. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നതിന് പിന്നിലെ ദുരൂഹതകൾ മറനീക്കി പുറത്തു വരികയാണ്. കൊലപാതകത്തിന് പിന്നിൽ അന്ധവിശ്വാസമാണെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ശക്തിപ്പെടുന്നത്. കാരണം ദേവേന്ദു ജനിച്ചതിനു ശേഷമാണ് വീട്ടിൽ കഷ്ടപ്പാടവും ദുരിതവും ഉണ്ടായതെന്ന് പ്രതി ഹരികുമാർ വിശ്വസിച്ചിരുന്നു. ശംഖുമുഖം ദേവിദാസൻ എന്ന് വിളിക്കുന്ന ജോത്സ്യൻ പ്രദീപ് കുമാറാണ് ഹരികുമാറിനോട് ഇക്കാര്യം പറഞ്ഞതും. അതിനാൽ ജോത്സ്യൻ പറഞ്ഞ പ്രകാരമാണ് കൊല നടത്തിയതെന്നാണ് ഹരികുമാർ ആദ്യ ദിനം തന്നെ പോലീസിന് നൽകിയ മൊഴി. കരിക്കകത്ത് മൂകാംബിക മഠം എന്ന പേരിൽ പ്രദീപ് കുമാർ ആശ്രമം നടത്തി വരികയായിരുന്നു. പ്രദീപ് കുമാറിന്റെ ഇപ്പോഴത്തെ പേര് ശംഖുമുഖം ദേവിദാസൻ എന്നാണ്. മുൻപ് കാതികൻ SP കുമാറായി മാറിയാൽ മുട്ട കച്ചവടമടക്കം പല ജോലികൾ ചെയ്ത് അതിനുശേഷം ദേവിദാസൻ എന്ന മന്ത്രവാദിയായി മാറുകയായിരുന്നു. മുട്ടസ്വാമി എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും കുടുംബം അന്ധവിശ്വാസികളാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ദേവിദാസന്റെ അനുയായികളായിരുന്നു ശ്രീധുവും ഹരികുമാറും. ഹരികുമാർ 1.5 വർഷത്തോളം ഇയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നെന്നും പറയുന്നുണ്ട്. കൂടാതെ ഇതുറപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ശംഖുമുഖം ദേവിദാസന്റെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വീഡിയോയിലാണ് ഹരികുമാറുമായി സാദൃശ്യമുള്ള ഒരു യുവാവിന്റെ ദൃശ്യങ്ങളുള്ളത്. ശംഖുമുഖം ദേവിദാസന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചണ്ഡിക ഹോമത്തിൽ സഹായിയായി ഒപ്പം നിൽക്കുന്ന ഹരികുമാറിനെ നമുക്ക് വീഡിയോയിൽ കാണാം. അതേസമയം 2 ആഴ്ച മുൻപ് ദേവിദാസൻ നടത്തിയ പൂജയ്ക്ക് ശേഷം ദേവേന്ദുവിന്റെ അമ്മ ശ്രീധു തലമുണ്ടനം ചെയ്തിരുന്നു. ഇത് ചെയ്തിട്ടും ദുരിതം മാറിയിരുന്നതുമില്ല. കൂടാതെ ശ്രീധുവിന്റെ അച്ഛൻ അസുഖം മൂലം മരിച്ചത് അതിനുശേഷമാണ്. അതിനാൽ തന്നെ 2.5 വയസ്സുകാരിയെ കൊന്നതിന് പിന്നിൽ ആഭിചാരവും മന്ത്രവാദവും അന്ധവിശ്വാസവുമാണെന്ന സംശയം തള്ളിക്കളയാൻ കഴിയുന്നില്ല. അതേസമയം ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപ് കുമാറിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധു നൽകിയ സാമ്പത്തിക വഞ്ചന കേസ് പരാതിയിലായിരുന്നു പ്രദീപ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ പിന്നീട് പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ജോത്സ്യന് ഇയാൾ ശ്രീധുവിന്റെ വീട്ടിലെത്തി മന്ത്രവാദം ചെയ്തെന്നും പണം തട്ടിയെടുത്തെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിന് മതിയായ തെളിവില്ലാത്തതിനാലാണ് ദേവിദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപിനെ ഇന്നലെ പോലീസ് വിട്ടയച്ചത്. എന്നാൽ കേസിന്റെ കൂടുതൽ ചുരുളടിക്കാൻ ജോത്സ്യനെ ഇനിയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. കൂടാതെ ജോത്സ്യൻ പോലീസ് നിരീക്ഷണത്തിൽ കഴിയുകയാണ്.